പറഞ്ഞു തരാനുണ്ട്. അത് തുടങ്ങിയിട്ട് ക്ലാസ് കുറച്ച് ചുരുങ്ങിയൊരു ക്ലാസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ക്യാമ്പിലേക്ക് നമുക്ക് നീങ്ങാം. കാരണം മഴയാണ്, കുറെ കാര്യങ്ങൾ വീട്ടിൽ ഒത്തിരിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഇതിലൊക്കെ ട്യൂഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മള് 2021 മുതലാണ് കോളിയടുക്കം ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിൽ അലർജി ആസ്മ പ്രൊജക്ട് പ്രവർത്തനം ആരംഭിച്ചത്. ജാനുവരി മുതലാണ്. ഈ കേരളത്തിലെ 14 ജില്ലയിലും ഓരോ പ്രൊജക്ടുകളാണ് നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ അലർജി ആസ്മയിലായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നു അറിയാറുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലും പ്രൊജക്ട് പ്രവർത്തിക്കുന്നത് ഇത്തരം ജില്ലയിലെ ആസ്ഥാനമായ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോസ്പിറ്റലുകളാണ് മെയിനായിട്ട് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഏകദേശം 4 വർഷത്തോളമായി നമ്മൾ ഈ പ്രൊജക്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഇതിലൂടെയുള്ള സേവനം ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോരുത്തരും ജില്ലയുടെ പല ഭാഗത്തു നിന്നായാലും ഇതിന്റെ സേവനം ഉൾക്കൊള്ളാൻ നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഇന്ന് നിങ്ങളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ആസ്മ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നുള്ളൊരു ഇതല്ലേ വിഷയമല്ലേ വെച്ചേ. സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, ആസ്മ ഇപ്പൊ എന്ത് പറയാനാണ് ഡോക്ടർ? എല്ലാവർക്കും അറിയുന്നത് അല്ലെ, ആസ്മ എന്ന് പറയുന്ന ഒരു കാര്യം കുറവാണ്. എന്താ നമ്മള് സാധാരണ പറയുന്നത്? ശ്വാസം. എനിക്ക് ഓഫീസിൽ വന്നിരിക്കുമ്പോ പറയും ഡോക്ടർ എനിക്ക് ശ്വാസം മുട്ടലാണ്. അല്ലാതെ ആസ്മ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ പറയും എന്റെ അമ്മയ്ക്ക് വലിവാണ്, അല്ലെങ്കിൽ മോന് വലിവാണ്, അങ്ങനെ പറയും. ഈ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലക്ഷണമാണ് അല്ലെ. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് ആ ഒരു രോഗത്തിലേക്ക് തന്നെ നമ്മൾ അഴിച്ച് വിടുന്ന ഒരു അവസ്ഥയാണ്. അതിന് പ്രധാന കാരണം എന്താണ്? നമ്മൾ വ്യാപകമായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. പക്ഷെ നമ്മളൊരു വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾക്ക് വലിവുള്ള ഒരാളെ, ശ്വാസമുട്ടുള്ള ഒരാളെ നമുക്ക് തീരെ പരിചയമില്ലാതെ ഉണ്ടാവും. എനിക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ അയൽവാസികൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും ഒരാളെ ഒരു ലക്ഷണം കൊണ്ട് ഒരു ആസ്മ ഉള്ള ഒരു പേഷ്യന്റിന്, ഒരു രോഗിയെ തിരിച്ചറിയാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു വേണ്ടത്ര പ്രാധാന്യത്തോടെ ഈ അസുഖത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അതിലാർക്കും സംശയമില്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്ന് ഇവിടെ ഈ ക്യാമ്പിൽ ഞാൻ ഈ ഒരു വിഷയം തന്നെ തെരഞ്ഞെടുക്കാൻ കഴിയും. നമ്മൾ എല്ലാ വർഷവും ഒരു ആസ്മ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്. മെയ് 3 നമ്മൾ ഓരോ അസുഖത്തിനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആസ്മ ദിനം, ഡയബറ്റിക് അതായത് ഷുഗർ, പ്രമേഹ ദിനം, അതുപോലെ രക്തസമ്മർദ്ദം, എല്ലാ അസുഖത്തിനും നമ്മൾ ഓണം, വിഷു ഒക്കെ ആഘോഷിക്കുന്ന പോലെ ഓരോ ദിവസം കൊടുത്ത് അതിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാല് ആ ഒരു ദിവസം ഈ അസുഖത്തെ പറ്റി ഇനി അങ്ങോട്ട് എങ്ങനെ നമ്മളത് ഇപ്പൊ നിൽക്കുന്നതിന് ഇനി ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഇതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനുണ്ടെന്നതാണ് ഇത്തരം ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നത്. മെയ് 3 എല്ലാ വർഷവും ആചരിക്കുന്നത്. അപ്പൊ ഇന്ന് ആസ്മയെ കുറിച്ച് രോഗികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലാസ്സിന്റെ വിഷയം. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ് വയ്ക്കുമ്പോൾ ഈ ആസ്മയെ ഇങ്ങനെ കാണാനുള്ള പ്രധാന കാരണം വെച്ചാല് നമ്മള് ഒരു ദീർഘനാളത്തേക്ക് പോകുന്ന ഒരു അസുഖമാണ് ആസ്മ അല്ലെ. നമ്മൾ ഇന്ന് വന്നു പിന്നെ ഇല്ലാന്ന് കേൾക്കുന്നുണ്ട് ആർക്കെങ്കിലും? ഇല്ല. ഇവർക്ക് ചെറുപ്പത്തിലേ വലിവുണ്ടായിരുന്നു ഡോക്ടർ, ഇപ്പൊ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നു, ഒരു പ്രസവമൊക്കെ കഴിഞ്ഞപ്പാണ് കൂടിയത്. ചിലപ്പോ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല, അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങള്. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലിക്ക് കയറിയപ്പോഴാണ്, ഏതെങ്കിലും ഒരു 10-30 വയസ്സ് കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു ദീർഘകാലത്ത് ഒരു വഴി ഇതിനുണ്ടെങ്കിലും അതിന്റെ അത്ര പ്രാധാന്യം നമ്മൾ ആസ്മയ്ക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പല തട്ടിലുള്ള ഇതിന്റെ രോഗികളായാലും വ്യത്യസ്തമായ സാമ്പത്തിക, സാമൂഹിക, അതുപോലെ തന്നെ വ്യത്യസ്ത പ്രായത്തിലുള്ള ആൾക്കാർക്ക് ആസ്മയുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഉറപ്പുവരുത്തുന്ന പരിചരണം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല, അതെന്തായാലും വ്യത്യാസമില്ല. അപ്പൊ ഇൻഹേലർ തന്നെ ആയാലും എല്ലാവർക്കും അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ചെറുപ്പത്തിലേ അത് വഷളായി വന്ന് കുറച്ചൊരു പ്രായമാകുമായിരിക്കും, തീരെ അവർക്ക് ചലിക്കാൻ പറ്റാത്ത ഒരു സമയത്തായിരിക്കും അതിന് ഇത് വലിച്ചു വിടുന്നു എന്ന് പറഞ്ഞ് ഇതൊരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ ഒരു പരിചരണത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഈ രോഗവ്യാപനം കൂടാൻ വളരെയേറെ കാരണമാകുന്നു. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഒരു ആസ്മ ശ്വാസം മുട്ടൽ അവിടെ തീർന്നു, എന്തുകൊണ്ട് ഇത് വരുന്നു, അല്ലെങ്കിൽ
ഇത് എങ്ങനെയെങ്കിലും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ബാക്കിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല, മുമ്പിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. ശ്വാസമുട്ടലാണ് ഇതിനൊന്ന് അവസാനം വരെ അങ്ങ് പോവാന്നുള്ള രീതിക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ചിന്ത നിങ്ങൾ ആദ്യം മാറ്റുക. ഏതൊരു അസുഖം ആയാലും അത് വരുന്നതിനൊരു കാരണം ഉണ്ടാവും, അത് പുരോഗമിച്ചു പോകുന്നതിനൊരു കാരണം ഉണ്ടാവും. നമുക്ക് വ്യക്തമായ ഒരു പരിഹാര മാർഗങ്ങളും ഉണ്ടാവും. അത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു ശാശ്വതമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ നല്ല മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നമുക്ക് അറിയാം. അതിലൂടെ ആത്മ നിങ്ങൾ പറഞ്ഞു ശ്വാസമുട്ടലാണ്, പക്ഷെ അതല്ല ആത്മനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളിപ്പോ നമുക്കറിയാലോ, നമ്മുടെ മൂക്കിന്റെ അവിടെ നിന്നാണ് നമ്മുടെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ തുടങ്ങുന്നത്, ശ്വാസകോശം വരെ എത്തിയത്. ഈ മൂക്ക് തൊട്ട് ശ്വാസകോശം വരെയുള്ള എല്ലാ അസുഖങ്ങളും ഈ അലർജി ആസ്മയിൽ, അതായത് ശ്വസനേന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ട അലർജി ആസ്മയിൽ പെടുന്ന വകകളാണ്. ഈ മൂക്കിന്റെ അടുത്ത് തുടങ്ങുന്നതാണ് നമുക്ക് മെയിനായിട്ട് അലർജി, തുമ്മലും നീന്തലൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ പോയിട്ട് ഉള്ളിലേക്ക് ചെറിയ ചെറിയ കുഴലുകളുണ്ട്, ശ്വാസം കടന്നു പോകും. ശ്വാസം കടന്നു പോകുന്ന ചെറിയ ചെറിയ കുഴലുകളുണ്ട്. ഡോക്ടറിന്റെ അമ്മ നോക്കിയിട്ട് എടുത്തിട്ടേ പോവുള്ളൂ. ഈ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. തിരക്ക് പിടിക്കണ്ട കേട്ടാ. അപ്പൊ ഈ ചെറിയ ചെറിയ കുഴലുകള് നമ്മൾ ഈ ആസ്മ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ആസ്മ വരാൻ ചാൻസ് ഉള്ള ഒരു രോഗികളോ സംഭവിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഴലുകൾക്ക് ചെറിയ വീർക്കെട്ടുകൾ സംഭവിക്കും. അത് വെച്ചാൽ നമ്മൾ പറയില്ല അലർജി. ഇപ്പൊ എന്റെ ഓഫീസിൽ മിക്കവാറും പറയുന്ന പേഷ്യന്റ് ഡോക്ടർ അലർജിയാണ്. ഞാൻ കുറച്ചേരം ഉണ്ടാവില്ല, അലർജിയാണ്. എന്ത് അലർജിയും, അതായത് അതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ തുമ്മലാണ്, ഭക്ഷണത്തിലൊരു അലർജിയാണ്, എന്ത് പ്രശ്നമായാലും അലർജി എന്നുള്ള ഒരു വാക്കിൽ നമ്മളൊരു കുറെ അസുഖങ്ങൾ ഉൾക്കൊള്ളിച്ചേക്കാണ്. പിന്നെ ഞാൻ എനിക്ക് എന്താ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് തുമ്മലാണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ചോദിച്ചതാണെന്ന് പറയുന്നത്. എല്ലാവരും ഈ അലർജി എന്നുള്ള ഒറ്റ വാക്കുകൾ ഉൾക്കൊള്ളിക്കണം. അപ്പൊ ഈ ആസ്മ എന്ന് പറയുമ്പോൾ ഇത്തരം അലർജി ഉള്ള സാധനങ്ങളുമായിട്ട് നമുക്കൊരു സമ്പർക്കം വരുന്ന സമയത്ത് ഒരു ട്രിഗർ അല്ലെങ്കിൽ ഒരു പ്രേരക ഘടകങ്ങൾ എന്ന് പറയും വരുമ്പോ ഈ കുഴലുകൾക്ക് ഒരു നീർക്കെട്ട് വരും. കുഴൽ നമുക്കറിയാലോ, അതിനൊരു വ്യാസമല്ല. അത് നീർക്കെട്ട് വരുന്ന സമയത്ത് കുറച്ച് ചുരുങ്ങിക്കൊണ്ട് വരും. ചുരുങ്ങിക്കൊണ്ട് വരുമ്പോ എന്താവും? വേണ്ടത്ര കാറ്റുള്ളിലേക്ക് കടന്നു പോവോ? ഇല്ല. എത്ര ഇടത്ത് വലിച്ചു കയറ്റിയാലും ഉള്ളിലേക്ക് അത് എത്തത്തില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസ്മയിൽ ചിലവർക്ക് നല്ല കഫത്തോടു കൂടിയുള്ള ചുമയുണ്ടാവും, ചിലവർക്ക് കുത്തിയുള്ള ചുമയായിരിക്കും, കഫബോധം തരുന്നില്ല. ഈ കഫത്തിന് പ്രധാനമായിട്ട് കാരണമാണ് ഈ നീർക്കെട്ട് വരുമ്പോൾ മ്യൂക്കസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അഴുവഴുപ്പുള്ള സാധനം കുത്തിക്കളയുന്നുണ്ട് അല്ലെങ്കിൽ മുള പോലെ കുത്തിക്കളയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം വരുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ട് ഇതിന് കാരണമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുതിയതൊന്നുമല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അതാണ് ഈ ക്യാമ്പിൽ ഒന്നിച്ച് എപ്പോഴും നമ്മൾ ബോധവൽക്കരണം നടത്തുമെന്ന് പറയുന്നത്. കാരണം ഇതൊന്നും എല്ലാവർക്കും അറിയാം. മഴക്കാലത്ത് നമ്മൾ ബോധവൽക്കരണ ക്ലാസ് വെക്കും. നിങ്ങൾ ചിരട്ടയിൽ വെള്ളം നിൽക്കുന്നത് ഒഴിവാക്കണം, പാത്രങ്ങളൊക്കെ അടിച്ചതും തിളപ്പിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. പക്ഷെ എന്താണ് ഒരു ബോധം ഉണ്ടാവില്ല അല്ലേ? ശരി, നമ്മൾ തലയിലെല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മളിത് പ്രായോഗികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ ആത്മ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം. കടൽപ്പ്, അതുപോലെ തന്നെ നിരന്തരമായിട്ട് ജലദോഷം, അതുപോലെയുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അലർജി പോലെ രോഗങ്ങൾ വരും. ഇപ്പൊ കുട്ടികളെ കൊണ്ടുവരുമ്പോ പറയും അവർക്കൊരു 1-2 വയസ്സ് വരെ നിൽക്കാതെ തുമ്മലും ജലദോഷമൊക്കെ ആയിരുന്നു, എപ്പോഴും വരും, തുടർച്ചയായിട്ട് പനി വരും. കുറച്ച് കഴിയുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ വലിവ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മളെന്താണ് ജലദോഷം ആകുമ്പോ ഈ കൊറോണ ആയ പിന്നെ നമ്മൾ ഓടി പോകുന്നുണ്ട് ആശുപത്രിയിലേക്ക്. അതിന് മുമ്പേ നമ്മള് ജലദോഷത്തിന് ആരെങ്കിലും മരുന്നെടുക്കുന്നവരുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ എന്തെങ്കിലും തട്ടിക്കൂടി പരിപാടികൾ ഒപ്പിയിട്ട് വരും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ശമനം കിട്ടും അല്ലെ? നമ്മളിപ്പോ കൂർക്കയിലോ തുളസിയിലേക്ക് ആവി പിടിക്കുന്നത് അല്ലെങ്കിൽ അതെന്തെങ്കിലും മരുന്നുകളാക്കി കഴിച്ചാല് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം കിട്ടും, നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. പക്ഷെ ഉള്ളിലേക്ക് ഒരു കഫക്കെട്ട് പോയി അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുമ്പോ ഈ കഫക്കെട്ട് അങ്ങനെ കൂടി വരും. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടി വരുന്നതാണ് പിന്നെ ആസ്മയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടായിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. പിന്നെ നമ്മളറിയാം മിക്കുള്ള ആൾക്കാർ വരുന്ന
കാര്യം പറയും, ഞാൻ ഇന്നലെ വീട് വൃത്തിയാക്കി മാറാല കണ്ണടിച്ച് തുടച്ചു, അപ്പോഴാണ് കുഞ്ഞത് തുടങ്ങി, പിന്നെ വലുത് തുടങ്ങിയത്. അപ്പൊ പൊടി, പൂപ്പല് അങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കുമ്പോൾ നമുക്ക് കൂടുതലായി വരും. പിന്നെയുള്ള ഒരു കാരണമാണ് പുക. നമുക്ക് അടുപ്പില് ഉപയോഗിക്കുന്ന ആൾക്കാര് ഉണ്ടാവും, അടുപ്പ് കത്തിക്കുന്നുണ്ടോ? എല്ലാവരും ഗ്യാസാണ്, നിങ്ങളെല്ലാവരും കത്തിക്കുന്നുണ്ടാവും കൂടുതലും. ബാക്കിയുള്ളവർ ഇപ്പൊ ഗ്യാസിലാണ്. അപ്പൊ അധികം പുക ശ്വസിക്കുന്ന, വീട്ടിൽ നിന്ന് പുക ശ്വസിക്കുന്ന ഒരു അളവ് കുറവാണ്. പക്ഷെ നമുക്ക് അതിന് മാത്രം വണ്ടികളുണ്ട്. നടന്നു വരുന്നവർ വളരെ കുറവാണ്. റോഡിലേക്ക് ഇറങ്ങി ഇഷ്ടം പോലെ പുകങ്ങൾ അഴിച്ചു കയറ്റുന്നുണ്ട്. അപ്പൊ ഈ പുകയും പൊടിയും ഒക്കെ വേറൊരു കാരണമാണ് ആസ്മ വരാനുള്ളത്. പിന്നെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് അട്ടി, പൂച്ച, അതുപോലെ പ്രാവ്, ഇതൊക്കെ വളർത്തുന്നില്ല. ഇതിന്റെ ഒക്കെ രോമങ്ങളിലുള്ള അലർജി വന്നിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഇതുമായിട്ട് സമ്പർക്കം വരുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാഷ്ടങ്ങളിപ്പോ പ്രാവൊക്കെ വളർത്തുന്നവരുണ്ട്. അതിന്റെ കൂടൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിന്റെ കാഷ്ടമൊക്കെ ഉണങ്ങി പൊടിഞ്ഞു ഉണ്ടാവും. പ്രാവുകളൊക്കെ ഉണ്ടാവും, ലവ് ബേർഡ്സ് അങ്ങനത്തെ. ഇത് ഈ ആസ്മയുള്ള ആൾക്കാർക്ക് ഇതിന്റെ ശ്വസിക്കുന്ന സമയത്ത് ഈ പൊടികൾ ഉള്ളിലേക്ക് എത്തുന്നു. നമ്മുടെ മൂക്കിന് ഒരു പരിമിതിയുണ്ട്, പൊടികള് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് അഴിച്ചു കളയാൻ പറ്റുന്നത്. അതിലും ചെറിയ സൈസുള്ള പൊടികള് ഡയറക്റ്റ് നേരിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേരും. ഇത്തരം അവശിഷ്ടങ്ങളിൽ ഉണ്ടാകുന്ന ഉണങ്ങി കഴിയുമ്പോൾ ഇത്തരം ചെറിയ പൊടികളാണ് അവര് നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ ശ്വാസകോശത്തിലും ഈ നാളുകളിലൊക്കെ എത്തിയിട്ട് ഇൻഫെക്ഷൻ മനസ്സിലാവില്ല പറയുന്നത് ഇൻഫെക്ഷൻ, അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ആസ്മ ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് വരികയും ഇല്ലാത്തവർക്ക് നിരന്തരമായിട്ട് അവർക്കിപ്പോ നമുക്കറിയാം പാരമ്പര്യമായിട്ട് ആസ്മ വരാം. നമ്മളിപ്പോ ഓരോക്കാര് ചോദിക്കുന്നതാണ്, വന്നു കഴിഞ്ഞാൽ അച്ഛനുണ്ടോ, അമ്മക്കുണ്ടോ, അമ്മമ്മക്കുണ്ടോ, അച്ഛനുണ്ടോ എല്ലാം ചോദിക്കും. എല്ലാരും വന്നാൽ പറയാം രാവിലെ പോയിട്ട് വൃത്തിയാവും മരുന്ന് വാങ്ങിച്ച് വെക്കും. കാരണം ഇതൊക്കെ എഴുതി എഴുതിയെടുത്ത് മരുന്ന് കൊടുക്കണം. നമുക്ക് പാരമ്പര്യമായിട്ട് ഒരു 56 to 66% വരെ അലർജി രോഗങ്ങൾ വരാം. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ അപ്പൊ അതും ഒരു കാരണമാണ് നമ്മൾക്ക് ആസ്മ വരാനായി. അപ്പൊ കാരണങ്ങൾ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാരണങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ്? ലക്ഷണം പറഞ്ഞോ, അറിയോ? ശ്വാസമുട്ടൽ തന്നെയാണ് ഒരു ലക്ഷണം അല്ലെ? അത് നമ്മള് അസുഖമായിട്ട് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം ശ്വാസമുട്ടൽ തന്നെയാണ്. പിന്നെയുള്ളത് ചുമയാണ്. അതൊരു കുത്തിയുള്ള ചുമയാവാം, അല്ലെങ്കിൽ നല്ലോണം കഫം ഉണ്ടാകുന്ന ചുമയാവാം. പിന്നെയുള്ളത് നമുക്ക് ഒരു നെഞ്ചിനൊരു പിടുത്തം അല്ലെ, ഒരു കനം പോലെന്ന് പറയും. ഇങ്ങോട്ട് എല്ലാവരും ദമ്മ് കെട്ടലെന്നാ പറയുന്നത്. പേഷ്യൻസ് വന്നു കഴിഞ്ഞത് പോലെ ദമ്മ് കെട്ടുന്നവരൊക്കെ ഉണ്ട്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ദമ്മ് കെട്ടലെന്ന് പറയും. അപ്പൊ എന്താണ് ഇങ്ങോട്ട് നെഞ്ചത്ത് ഒരു പാലെടുത്ത് വെച്ച പോലെ ഒരു പ്രശ്നമില്ല. പിന്നെയുള്ളത് നമുക്ക് നടക്കുമ്പോ കിതപ്പ് അനുഭവപ്പെടും. അപ്പൊ ഈ കിതപ്പ് അനുഭവപ്പെടുന്നതിൽ കൂടുതലായിട്ട് സംസാരിക്കുമ്പോ അതുപോലെ ഇതുപോലെ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് ശ്വാസത്തിലേക്ക് എടുക്കണം എന്നിട്ടൊക്കെ ആസനം ആൾക്കാർ പറയാൻ പറ്റും. അതുപോലെ വളരെ കൂടിയ അവസ്ഥയിലാണെങ്കിൽ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ആസ്മ വരുമ്പോൾ നമ്മുടെ കൈകാലിലും കാലിലൊക്കെ ചെറുതായിട്ടൊരു നീല കളർ വരും, ചുണ്ടുകളിലൊക്കെ നീല കളർ വരാം. അപ്പൊ മുഖത്ത് വളരെയധികം ഒരു വിളർച്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പൊ അതാണ് ഈ ലക്ഷണങ്ങളും അതെ. പക്ഷെ ഇതൊക്കെ പിന്നെയും പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 2 to 3 മാസമായിട്ട് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. നമ്മള് വീട്ടിലെ പനിക്കൂടൊക്കെ തിളപ്പിച്ച് കുടിച്ചു, അല്ലെങ്കിൽ പാരസെറ്റാമോൾ വാങ്ങിച്ച് കഴിക്കും. എല്ലാ സാധനവും നിങ്ങൾക്ക് വാങ്ങിക്കാറുണ്ട്, രക്തത്തിൽ കിട്ടും, കുമ്മലില് എല്ലാ ഗുളികകളും നിങ്ങൾ തന്നെയാണ് ഡോക്ടർമാർ കുറെ കാര്യം പോയി വാങ്ങി കഴിക്കുന്നു, വരുന്നു, ഒരു 2-3 ആഴ്ച വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവാം, ആദ്യം നമ്മൾ വാങ്ങിച്ച് കഴിച്ചവരെ പിന്നെ അത് കഴിക്കാൻ കുറയും. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മുന്നേ ഒക്കെ ഒരു എത്ര പാരസെറ്റാമോൾ കഴിക്കണം ഒരു പനി മാറാൻ? ഒരെണ്ണം അരക്കഷ്ണം കഴിച്ചാൽ മതി. ഇപ്പൊ എത്ര കഴിക്കണം? അത് കഴിച്ച് മാറാത്തപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഉള്ളിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇവർക്ക് അറിയാം ഞാൻ കയറി കഴിയുമ്പോൾ ഇന്ന സാധനമാണ് ഇവര് വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ
അതുകൊണ്ടാണ് മുമ്പ് ഒരു പാരസെറ്റാമോളോ അല്ലെങ്കിൽ ഒരു സിട്രസിനോ ഗുളിക നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇപ്പൊ 4, 5, 6, 10 എണ്ണമൊക്കെ കഴിച്ച് കുറയാണ്ട് വരുന്നവരുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ കിഡ്നീനെയാണ് നന്നായിട്ട് ബാധിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ലിവറിനെയും ലിവറിനെ ബാധിക്കും, കിഡ്നീനെയും ബാധിക്കും. ഇത് തന്നെയാണ് നമുക്കൊരു 10-60 വയസ്സാകുമ്പോൾ ഇത്തരം രോഗങ്ങൾ വരുന്ന കാര്യം. അപ്പൊ നമ്മൾ ചിന്തിക്കൂല നമ്മൾ എത്ര നമ്മൾ കഴിച്ചു, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോവാണ്ട് എടുത്തിലൊടുക്ക് കിട്ടിയത് കഴിച്ച് എന്തൊക്കെ ഒപ്പിക്കൽക്ക് നടത്തിയത് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇത്തരം ലക്ഷണങ്ങള് കുറച്ച് ദീർഘനാളത്തേക്ക് നിങ്ങൾ കുട്ടികൾക്കോ അച്ഛനമ്മമാർക്കോ നിങ്ങൾക്കോ തന്നെ, ഇത് നമ്മുടെ വീട്ടില് ഒരമ്മയോ ഒരച്ഛനോ ഉണ്ടാവും. എല്ലാവരുടെ കാര്യങ്ങളും നോക്കി അവരുടെ കാര്യങ്ങളാണ് സൈഡാക്കുന്നത്. അപ്പൊ അങ്ങനെ സൈഡിലേക്ക് ഒതുക്കി മാറ്റി വെക്കാതെ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് എനിക്ക് ആസ്മയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാം? അവരവർക്ക് തന്നെയാണ്. ഒരു എല്ലാ കാര്യത്തിലും കാണിക്കുന്ന ഉത്തരവാദിത്വം പോലെ നമ്മുടെ ആരോഗ്യത്തിലും അതുപോലെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ആരോഗ്യം മാത്രമാണ്. കാരണം കോവിഡ് വന്നത് നമ്മൾ പഠിച്ചു, പെട്ടെന്നാണ് വന്നത്. എന്തൊക്കെ ചെയ്യണം എല്ലാം ചെയ്ത് നമ്മളതിന് ചെറുത്ത് നിർത്തി. പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെ നമ്മളൊരു അസുഖം വരികയാണ്. അതുപോലെ തന്നെ എന്ത് അസുഖമാണ് ഇപ്പൊ നമ്മൾ കോളറയൊക്കെ മുമ്പ് കേട്ട് കോളറ കേസ് റിപ്പോർട്ട് ചെയ്തു, അപ്പോഴേ റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ്. നിങ്ങൾ ആവശ്യാനുസരണം ഓരോ കാലഘട്ടത്തിലും വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ ഇത്തരം അസുഖങ്ങൾ വരാതെ നമ്മൾക്ക് ചെറുത്ത് നിർത്താൻ സാധിക്കുന്നതാണ്. ശ്വാസമുട്ടൽ വന്ന ആൾക്കാർക്ക്, ആസ്മയുള്ള ആൾക്കാർ വേറൊരു കാര്യമാണ്, ഇവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഒരു മൂലൊക്കെ ഇരുന്ന് ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ടാവും. ചിലപ്പോ ഒന്നും പുറമെ നോക്കുന്നവർക്കാണ് ഇതൊക്കെ എന്താ പ്രശ്നം, ഇതിന്റെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ രാവിലെ ഭക്ഷണമൊന്നും ടേബിൾ എത്തിയില്ലെങ്കിൽ മാത്രമേ അച്ഛനോ ഭർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടാവുള്ളൂ എന്ത് പറ്റിയെന്നുണ്ടാവും. അപ്പൊ പുറമെ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആള് എന്താണ് നമ്മളെ കമന്റ് ഇവിടെ ഒന്ന് തിരിച്ചാലുള്ള ഒത്തുണ്ടാവും. അതിലും ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് കൂടുതൽ ഒരു നല്ല ആസ്മ രോഗിക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഒരു ഇതിലേക്ക് നമ്മളൊരു ബ്രോഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അപ്പൊ തന്നെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് സ്വതന്ത്രമായിട്ട്. അതെന്തിനാണ് നിങ്ങൾക്ക് ശ്വസിക്കാൻ ആരെങ്കിലും സ്വാതന്ത്ര്യം തരുന്ന ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടം പോലെ വായിച്ച് ശ്വസിക്കാം. ഈ അലർജി തുമ്മൽ ചീറ്റൽ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മര്യാദക്ക് നന്നായിട്ട് ശ്വാസം എടുത്ത് വിടാനുള്ള സ്വാതന്ത്ര്യം പൊയ്പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തി നമ്മൾ ചികിത്സ നേടി എത്രയും പെട്ടെന്ന് തന്നെ ഒരസുഖം ദൂരേക്ക് എന്ന് പറയേണ്ടത്. കുറെ ടെസ്റ്റുകളുണ്ട് നമുക്ക് ആസ്മയാണോ അറിയാൻ വേണ്ടിയിട്ട്. ഒന്ന് നിങ്ങൾ വന്ന് പറയുമ്പോ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഡോക്ടർക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് ആസ്മയാണോ എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ വിവരീകരിക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളതാണ് രക്തപരിശോധന. പിന്നെ നമ്മള് ഇവിടെ AEC എന്ന് പറഞ്ഞുള്ള ഒരു രക്തപരിശോധനയാണ്, ആബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്. അതായത് ഈ ഈസ്നോഫിൽസ് എന്നുള്ളത് നമ്മളിപ്പോ എല്ലാ ബ്ലഡ് ടെസ്റ്റ്, ഇപ്പൊ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും തന്നെ നമ്മൾ ആബ്സല്യൂട്ട് കൗണ്ട് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കൃത്യമായിട്ട് അലർജി കൊണ്ടാണോ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അലർജിയുടെ ഭാഗമായിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പൈറോമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിന്റെ ഒരു കുഴൽ വെച്ച് ഊതുന്ന സംഭവമാണ്. നമുക്ക് എത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നു, പുറത്ത് വിടാൻ പറ്റുന്നു, അത് ആ മെഷീനിലൂടെ നിങ്ങളുടെ ശ്വസനത്തിന്റെ ആ ഒരു എത്ര കപ്പാസിറ്റി, നമ്മുടെ ശ്വാസകോശത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇത്ര വായു ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഓരോ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അതുപോലെ നൈറ്റ് പ്രോസ്റ്റേറ്റ് ടെസ്റ്റ്, കുറെ ടെസ്റ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് നേരത്തെ കൂട്ടി ഈ ഒരു രോഗത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ ഒരു രോഗിക്ക്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന രോഗിക്ക് അറിഞ്ഞ് അത് മുന്നേ കൂട്ടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആസ്മകൾ പറഞ്ഞു. രക്തപരിശോധന നമ്മൾ ചെയ്യുമ്പോൾ
തേച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോർമലായിട്ട് താഴെയാണ്. അതിലും ചെയ്യുന്നതാണ് അർത്ഥം. അപ്പൊ കൂടുതൽ 1000-2000 ആയിട്ട് ആൾക്കാർ വരുന്നതായിരുന്നു. അപ്പൊ ഇത്തരം ആൾക്കാർക്ക് അലർജിക്ക് ആസ്മാനുള്ള ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെയുള്ളതാണ് ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്. അത് ചുരുങ്ങി പോകുന്നത്. അപ്പൊ അത് ഞങ്ങൾ ബ്രോങ്കിയൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ട് നിങ്ങൾക്ക് ആസ്മ ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു വിഭാഗമാണ് എക്സസൈസ് ആസ്മ. അതായത് നല്ലോണം ജിമ്മിലൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നന്നായിട്ട് എക്സർസൈസ് നടത്തുന്ന ആൾക്കാർ. സ്ത്രീകളായാലും വെയിറ്റ് വർക്ക് വെയിറ്റ് വർക്കാന്നുള്ളതാണ് എല്ലാ രാത്രിയും തീരുമാനിക്കുന്ന ലക്ഷ്യം. അപ്പൊ പക്ഷെ ശ്വാസം മുട്ടിയുള്ള ആൾക്കാർ തിരിച്ചു വർക്കാൻ വേണ്ടി പല ആൾക്കാരും ഒപ്പിയിൽ വരാറുണ്ട്. വെള്ളം പറയുന്നില്ല ഡോക്ടർ ഇന്നലെ പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടി പോയി. അപ്പൊ എന്ത് പിന്നെ ഞാൻ ഒന്നും തണുപ്പൊന്നും കഴിച്ചിട്ടില്ല, സാധാരണ കഴിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണം യാത്ര എന്തെങ്കിലും ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ, കാരണം നമുക്ക് കുറച്ച് പരിചയമുള്ള ആൾക്കാരാകുമ്പോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതെന്തെങ്കിലും. അപ്പോൾ ഞാൻ ഇന്നലെ ഡയറ്റ് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഒരു സിനിമയൊക്കെ ചെയ്തു. രാത്രിയാണ് എനിക്ക് നല്ലോണം വേദന ചെയ്യും. അത് പറയുന്നത് അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് കാലിക്കരയൊക്കെ എടുത്ത് അങ്ങ് അടുപ്പിച്ചൊരു വർക്കൗട്ടൊക്കെ ചെയ്ത് 10-3 നിമിഷം കൂടെ എടുത്തതിന് പണി കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള എക്സസൈസുകളും ആത്മാപേക്ഷകളും ചെയ്യാൻ പറ്റുന്നതല്ലോ. അത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം വേണം. പിന്നെ ഉള്ളതാണ് ഒക്കുപേഷണൽ ആയിട്ടുള്ള ആസ്മ, അതായത് ജോലി സംബന്ധമാണ്. നമുക്കറിയാം ഈ കോട്ടൺ തുണി കടയിൽ ഉണ്ടാക്കുന്ന മില്ലിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അവരിങ്ങനെ ഈ തുണി കോട്ടന്റെ ചെറിയ പൊടികളാണ്. അത് ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലിയല്ല, നമ്മളൊരു 5-6 വർഷം കഴിയുമ്പോൾ അതുപോലെ നമ്മൾ കോറികളുണ്ട് കല്ലിരിക്കുന്നുണ്ട്. അതും ഇതുപോലെ സീറ്റയുടെ ചെറിയ പൊടികളാണ്. അത് നമ്മുടെ ശ്വാസകോശത്തിലേക്കും ഈ നാളുകളിലൊക്കെ പോകുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആസ്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇതാണ് ഇത്രയും നമ്മുടെ ആസ്മ ഒറ്റ ഒന്നേ ഉണ്ടാകുന്നത്. മനസ്സിലായില്ല എന്തൊക്കെ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് വരാനുണ്ട്. അപ്പൊ ഇതിൽ ഏകദേശം 3-4% വരെ ആൾക്കാരാണ് ശ്വാസകോശ സംബന്ധമായിട്ട് രോഗങ്ങളിലൂടെ മരണപ്പെടുന്നത്. നമ്മളിപ്പോ ശ്വാസം നിർത്തി മരിച്ചത് ഈ ആസ്മയുടെ പേഷ്യൻസിനെ ഒരിക്കലും പറയില്ല. കാരണം ചെറുതിലേക്ക് 10-70 വയസ്സുവരെ കഴിവുണ്ടായിട്ടുണ്ടാവും. അതിന്റെ കുടുംബത്തോടൊക്കെ ശ്വാസം താനായി മനുഷ്യനെ അവര് പോയത് ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ള അശ്രദ്ധ നിങ്ങൾ തീർച്ചയായിട്ടും ബാധിച്ചിരിക്കണം. അപ്പൊ ഇത്രയും അസുഖമാണ് ആസ്മ എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ എടുത്തുകൊണ്ട് ഈ രോഗത്തെ നമുക്കൊരു പരിധി വരെ നന്നായിട്ട് ചെറുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആസ്മ. പക്ഷെ മിക്കുള്ളവരും ചെയ്യുന്ന എന്താ, ഒരു മഴ പെയ്തു അപ്പൊ വന്ന് മരുന്നെടുത്തു, അല്ലെങ്കിൽ ഒരു പനി വന്നു ഡിസംബർ ജാനുവരി ആകുമ്പോഴേക്കും വരാൻ ചില വേനൽ കാലത്ത് മാത്രം ശ്വാസം ഭയങ്കര കൂടുതലായിട്ട് അങ്ങനൊരു നമുക്കറിയാം എപ്പിസോഡ് പോലെയാണ് ആസ്മ വരുന്നത്. എപ്പിസോഡായിട്ട് ചിലപ്പോൾ 1 മാസം പിന്നെ വരും, പിന്നെ പിന്നെ 2 മാസം കഴിയുമ്പോഴായിരിക്കും വീണ്ടും വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കാണ്ട് എനിക്ക് പരമാവധി കൃത്യമായിട്ടുള്ള ചികിത്സ നേടി പൂർണ്ണമായിട്ട്, അതായത് എനിക്കിപ്പോ കുഴപ്പമില്ല, നന്നായിട്ടാണ് ഞാൻ ശ്വാസം വലിക്കുന്നത്, അതായത് നന്നായിട്ടാണ് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത് ഉറപ്പ് ബാക്കി ആർക്കല്ല ഉണ്ടാവേണ്ടത്, നിങ്ങൾക്ക് തന്നെയാണ്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലായി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് ഹോമിയോപ്പതി ചികിത്സ നിങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹോമിയോപ്പതിയിൽ ഇവിടെ എല്ലാ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, എടുക്കാൻ കാര്യങ്ങളുണ്ടോ? എന്തെടുക്കുമല്ലോ. അപ്പൊ ഹോമിയോ മരുന്നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണെന്ന് പറയാം. അപ്പൊ ഈ അമ്മ എന്നെ കാണിക്കാൻ വന്നു, മുടി തൊട്ട് അടി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ ചോദിച്ചിരുന്നു. അത് അവരുടേതായിട്ടുള്ള ഒരു മരുന്നിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ആസ്മയെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് വിശ്വാസം തന്നെ അവർക്ക് മാറ്റി കളയാണ്. കാരണം
പല കേസുകളും കോവിഡിലും കാണിക്കുന്നതായിക്കോട്ടെ ഡെയിലി 5-6 തൊട്ട് 10 പമ്പ് വരെ അല്ലെങ്കിൽ എടുക്കുന്ന സാധ്യതയുള്ളത് എടുക്കുന്ന ആൾക്കാർ തീരെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ മരുന്നിൽ ഒരുപാട് നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ പറയും അതിന്റെ ഡോക്ടർ ഇത് 10 പൈസ എടുക്കുന്നത് ഇപ്പൊ എപ്പോഴും നമ്മളെ മരുന്ന് എടുക്കുന്നുണ്ടല്ലോ ചെയ്യുക. പക്ഷെ അതിന്റെ തീവ്രത വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് എടുത്ത ആളുകൾക്ക് നല്ല മഴ വന്നാലും മഞ്ഞ് വന്നാലും ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരും. ഹോമിയോപ്പതി മെഡിസിൻ എടുക്കുമ്പോൾ കാലക്രമേണ ഇതിന്റെ കാഠിന്യം കുറഞ്ഞു വരുത്താൻ വന്ന സാധ്യതയാണ്. അതുപോലെ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ മറ്റ് രോഗങ്ങൾ നമുക്ക് വരുന്നത് തീരെ കുറവായിരിക്കും. ഈ മരുന്ന് എടുക്കുന്നതിന് കൊടുത്താൽ നിങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതലായിട്ട് കൂടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഓരോ വിഭാഗമായിട്ട് ഉണ്ടാവും. ചുരിദാർക്കാണെങ്കിൽ എടുക്കുന്നത്, പ്രായമുള്ളവർക്കാണ്, അല്ലെങ്കിൽ ചെറിയ അങ്ങനെയൊന്നുമില്ല. എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോപ്പതിയിൽ കൃത്യമായ ചികിത്സയുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇപ്പൊ ക്യാമ്പുകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ നടന്നു പോയാൽ തന്നെ ആശുപത്രി സർക്കാർ അത്രയുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിക്കാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് കൂടി നമ്മൾ ഇത്തരം ക്യാമ്പുകളായിട്ട് മുന്നോട്ട് വരുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത മൂലം നിങ്ങളുടെ രോഗങ്ങൾ ദൂഷിച്ചു പോകരുത്. നമുക്കൊരു നല്ല ആരോഗ്യമുള്ള സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. പല ഡോക്ടർമാർ മാത്രം ഇറങ്ങിയാൽ പോലും എന്നാൽ കൂടിയാണ് ഒന്നിച്ചു വേണ്ടത്. അപ്പൊ നമ്മുടെ ആരോഗ്യം നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിന് ഇന്നത്തെ ക്യാമ്പും ഇതെല്ലാം ഒരു നല്ല ഒന്നായി മാറട്ടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you.